കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുന്നതിനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കുടുംബ കോടതിക്ക് നൽകിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസുകളെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഗൈഡ് ലൈൻസ് നിർബന്ധമായും ഫാമിലി കോടതികൾ അനുസരിച്ചിരിക്കണം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അതായത് നമുക്കറിയാം, പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭാര്യ കുട്ടികളെയും കൊണ്ട് ഭാര്യയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കോ പോകുന്നു. കുട്ടികളെ ഒരിക്കലും ഭാര്യ ഫാദറിനെ കാണിക്കാതെ ഇരിക്കുന്നു, ഫോൺ വിളിച്ചാൽ കാണിക്കുന്നില്ല, വീഡിയോ കോൾ ചെയ്യാൻ കാണിക്കുന്നില്ല, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. സ്വാഭാവികം. പിന്നെ അത് മാത്രമല്ല, അച്ഛനെയും അച്ഛൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ടും വളരെ മോശമായ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ പറഞ്ഞ് പഠിപ്പിക്കാറുള്ളത്. അങ്ങനെ കുട്ടികളും അച്ഛനും തമ്മിൽ എന്ത് സംഭവിക്കുന്നു, വളരെ അകന്ന ഒരു കണ്ടാൽ പോലും മിണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരും വില്ലന്മാരായിട്ട് കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരികയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഭർത്താവ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു ഗാർഡിയൻ ഓഫ് ഫയൽ ചെയ്ത് ഒരു ചൈൽഡ് കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാലും കോടതി പറയും, ഒരു കാരണവശാലും കുട്ടികളെ നിർബന്ധപൂർവ്വം കസ്റ്റഡി എടുക്കാൻ പാടില്ല, അവരുടെ സമ്മതപ്രകാരം മാത്രമേ, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ മാത്രമേ കസ്റ്റഡി കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെയും പല ആളുകളും മിസ്യൂസ് ചെയ്യാറുണ്ട്. കാരണം കസ്റ്റഡി കിട്ടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പലപ്പോഴും പല അമ്മമാരും പറയാറുണ്ട്, നിങ്ങൾ അച്ഛൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് കുട്ടികളെ വീണ്ടും അവർ ഭയപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാനസിക സംഘർഷങ്ങളുടെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ 5 വയസ്സിലേക്ക് താഴെയുള്ള കുഞ്ഞു കുട്ടികൾ ഫാമിലി കോടതിയിലേക്ക് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ അച്ഛൻ പോയി കുട്ടീനെ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണഗതിയിൽ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബലമായി പിടിച്ചു കൊണ്ടുപോകാനും പറ്റില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫാമിലി കോടതിയിലുള്ള പ്രിസൈഡിങ് ഓഫീസറെ പോയിട്ട് അച്ഛനോ അച്ഛൻ്റെ വീട്ടുകാരെ പോയി കാണാം. കുട്ടീനെ വിളിച്ചു, സൗഹൃദപരമായി വിളിച്ചു, കുട്ടി വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രിസൈഡിങ് ഓഫീസർ എന്ത് ചെയ്യണം? ഈ വന്ന് കുട്ടിയുമായി സംസാരിക്കണം. കുട്ടിയുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള അച്ഛനെയോ അച്ഛൻ്റെ വീട്ടുകാരെയോ പറ്റിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുമായി കുറച്ച് നേരം സംസാരിച്ച്, പേടിക്കാനൊന്നുമില്ല, മോൻ്റെ അല്ലെങ്കിൽ മോളുടെ അച്ഛനാണ്, കുറച്ച് നേരം അച്ഛനായിട്ടൊന്ന് സംസാരിക്കൂ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കുട്ടിക്ക് മാനസികമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് ധൈര്യം കൊടുത്ത് അച്ഛനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യിപ്പിക്കുവാനായിട്ടുള്ള ബാധ്യത ഫാമിലി കോടതിയിലുള്ള പ്രിസൈഡിങ് ഓഫീസേഴ്സിന് ഉണ്ട്. അത് ഫാമിലി കോടതി നിർബന്ധമായും ചെയ്യണം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കേസിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പ്രിസൈഡിങ് ഓഫീസർ ഇതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ജഡ്ജിയോട് പറയാം. അപ്പോൾ ജഡ്ജി ഓട്ടോമാറ്റിക്കായിട്ടും പ്രിസൈഡിങ് ഓഫീസറെ വിളിച്ച് കാര്യം പറയും. അങ്ങനെ നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഏറ്റവും പുതിയ നിയമങ്ങൾ പ്രകാരം കുട്ടിക്ക് നിർബന്ധമായിട്ടും അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യവും കരുതലും കിട്ടണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിധികളൊക്കെ നിലവിലുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഒരിക്കലും ഭാര്യയുടെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഭാര്യയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈയും കാലും പിടിച്ചോ അങ്ങനെയൊന്നും കസ്റ്റഡി ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. കുടുംബ കോടതിയിൽ ചെല്ലുക, കാര്യങ്ങൾ സംസാരിക്കുക, കൃത്യമായി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മറുപടി അവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയില്ലേ? സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.